ഇപ്രാവശ്യം നമ്മുടെ യാത്ര കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെ കൂടെ കർണാടകത്തിലുള്ള ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റ് ആയിട്ടുള്ള ദോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റിലേക്കാണ് കേട്ടോ. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിലെ 12 ബുള്ളറ്റും 2 ജിമിനി കാറുകളിലുമായിട്ട് ഏകദേശം 20ഓളം ആളുകളാണ് കേട്ടോ എന്റെ കൂടെ ഈ യാത്രയിലുള്ളത്. കോഴിക്കോട് നിന്നും പുലർച്ചെ ആരംഭിച്ച യാത്ര വയനാട് വഴി മുത്തങ്ങ ഫോറസ്റ്റ്, കർണാടക ഫോറസ്റ്റ്, അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ സത്യമംഗലം കാടുകൾ വഴി വീണ്ടും കർണാടകത്തിലേക്ക് കയറി കർണാടകത്തിലെ ചാമരാജനഗര ജില്ലയിലാണ് ഈ ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് സ്ഥിതി ചെയ്യുന്നത്. മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള ഈ ഒരു യാത്രയിൽ വയനാട്ടിലെ മുത്തങ്ങ ഫോറസ്റ്റ്, അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന കർണാടകത്തിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ശേഷം കഴിഞ്ഞു വരുന്ന തമിഴ്നാട്ടിലെ സത്യമംഗലം ടൈഗർ റിസർവ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട 3 കാടുകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. ദീർഘദൂരമുള്ള ഈ ഒരു ഫോറസ്റ്റിലൂടെയുള്ള യാത്രയിൽ ആന, കാട്ടി, മാന് തുടങ്ങിയ ഒട്ടനവധി വന്യമൃഗങ്ങളെ കാണാൻ പറ്റി കേട്ടോ. തുടർച്ചയായി വേനൽമഴ കിട്ടിയതുകൊണ്ടായിരിക്കണം കാടുകളിലൊക്കെ പച്ചപ്പ് കാണാനുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ഡ്രൈ ഫോറസ്റ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. കോഴിക്കോട് നിന്നും ഏകദേശം 250 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റിലേക്ക്. അത് കഴിഞ്ഞ് ഏകദേശം 10 കിലോമീറ്റർ കൂടെ മുന്നോട്ട് വന്നിട്ടാണ് നമ്മുടെ താമസ സൗകര്യം ഉള്ളത്. ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു ഫാം സ്റ്റേ ആണ് ഞങ്ങൾക്കുള്ള താമസം. ദോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റിനകത്തും താമസ സൗകര്യങ്ങളുണ്ട്. പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ചില താമസ സൗകര്യങ്ങളും റിസോർട്ടുകളും ഒക്കെ തന്നെ ഈ ഒരു ടിബറ്റൻ വില്ലേജിനകത്തുണ്ട്. പക്ഷെ വില്ലേജിന് പുറത്തുള്ള ഈ ഒരു ഫോറസ്റ്റിനകത്തുള്ള ഈ ഒരു ഫാം സ്റ്റേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി റൂമാല്ലേ? റൂം എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു ബെഡ്, 2 ബെഡ്, 3 ബെഡ്. മുകളിൽ എത്ര ബെഡാ? 5 ബെഡ്. ഇത് ടോയ്ലറ്റാ? ഓക്കെ. മുകളിൽ ടെന്റും ഉണ്ട്. ടെന്റ് സ്റ്റേ കഴിക്കാം അല്ലേ? മുകളിൽ ടെന്റ് ചെയ്യാം. താഴെ ടെന്റ് ചെയ്യാൻ പറ്റുമോ? ആനിമൽസ് ഉണ്ട് അല്ലേ? Welcome to Happy County Farm Stay. It is located in PG Palya and Vadayar Palya range. It is a farm stay. Farm stay has 3 big rooms. Each room can occupy 5 people, and it has got a tree-top house. On the tree-top house, there is space for 6 to 7 people to sleep on that. And in that, we don't have restroom in the treetop house. The treetop house is made up of bamboo. It's a treetop house constructed in bamboo. It gives a good look. And it is almost, height has got somewhere around about 30 feet from the tree to ground, and this has a golgar, and even there you can sit. On the second floor there is a place to put the tents. Those tents are also available with us. We are going to give for 5 to 6 tents we have got, and totally the accommodation is round about 25 to 30% for the occupation. Then we have got Dondling. It's located in near PG Palya, and it's hardly 7 to 8 kilometers from Happy County Farm Stay. Then this place
has got a dam called KK Dam, Kodikatte Dam. Morning and in the evening, if you go and sit there, you can see many animals. Just they come, have water and go. From Happy County Farm Stay, hardly 10 kilometers, you will get a safari point. That point is called as Lakkanalli. That is government safari. That safari, each person they will charge 400 rupees. They charge you 400 and drive will be for 1.5 hours, safari drive. The safari timing is morning 6 o'clock to 7:30. Second batch starts at 7:30 to 9. Another in the evening batch starts at 3 o'clock. That batch is from 3 o'clock to 4:30. From 4:30 to 6 there is a second batch. So government has made in such a way, morning and evening both the safaris are there. You can sit, if you are lucky enough, elephants, tigers, Indian gar, deers, sambar deers, and what you call your canais, wild dogs, even that is there, and a beautiful place. You can have a very good drive. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ തന്നെ ടിബറ്റൻ സെറ്റിൽമെന്റ് കാണാൻ യാത്ര തിരിച്ചു. റിസോർട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റിലേക്ക് പോകുന്ന വഴിയുടെ ഇരുവശത്തും നോക്കത്താ ദൂരത്ത് കൃഷിസ്ഥലങ്ങളാണ്. കൃഷിസ്ഥലങ്ങളൊക്കെ തന്നെ ഉഴുതുമറിച്ച് അടുത്ത കൃഷിക്കായിട്ട് പാകപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഗ്രാമത്തിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഈ ഒരു കവാടം കഴിഞ്ഞാൽ പിന്നെ ടിബറ്റൻ സെറ്റിൽമെന്റുകളാണ് ഇതിനകത്ത് മുഴുവൻ. ഒരുപാട് വില്ലേജുകളുണ്ട്. ഏകദേശം 20 വില്ലേജുകളിലായിട്ട് 3500ഓളം ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. പക്ഷെ അത് എല്ലായ്പ്പോഴും കൃത്യമാവണമെന്നില്ല. കാരണം ഇനിയും പുതിയ വില്ലേജുകൾ ഇവരിവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന ബുദ്ധമത വിശ്വാസികൾ ഇവിടെ വീണ്ടും വീണ്ടും വില്ലേജുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെ ടിബറ്റൻ സെറ്റിൽമെന്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം, വെൽക്കം ടു ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്. ഇതിൽ ടിബറ്റൻ ആളുകൾക്കായിട്ടുള്ള സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ഇവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളുണ്ട്, അങ്ങനെ മറ്റ് ഒട്ടനവധി ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു കവാടം കടന്നു കഴിഞ്ഞാൽ പല ഡയറക്ഷനിലായിട്ട് ഒരുപാട് വില്ലേജുകളുടെ ബോർഡ് കാണാം, പല വഴികൾ കാണാം, റോഡുകൾ കാണാം. ഇതൊക്കെ ടിബറ്റൻ ആളുകൾക്കുള്ള താമസവും അതുപോലെ തന്നെ അവരുടെ മൊണാസ്ട്രികളുമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മൊണാസ്ട്രികൾ ഇതിനകത്തുണ്ട്. ഇനി ഈ ടിബറ്റൻ സെറ്റിൽമെന്റിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. BR ഹിൽസ്, ബിലിഗിരി രംഗ ഹിൽസിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് 1974 ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 1950കളിൽ ചൈന ടിബറ്റിനെ ആക്രമിച്ച സമയത്ത് അവിടെയുള്ള ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്തു. പലായനം ചെയ്ത ആളുകളിൽ പലരും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എത്തി. അങ്ങനെ സൗത്ത് ഇന്ത്യയിലും എത്തിപ്പെട്ട ആളുകൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ്. ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റിന് നാങ്ചൻ വില്ലേജ് എന്നും ഡോങ്ചൻ വില്ലേജും എന്നും ഒക്കെ പേരുണ്ട്. വില്ലേജിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന ടിബറ്റൻ വീടുകളൊക്കെ തന്നെ സൗത്ത് ഇന്ത്യയിലെ കൺസ്ട്രക്ഷൻ രീതി പോലെയുള്ള വീടുകളാണ്. ചുറ്റുമതിലിന്റെ അകത്ത് കിടക്കുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇവിടുത്തെ വീടുകളൊക്കെ തന്നെ. കുറെ കൂടി സെറ്റിൽമെന്റിന് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിബറ്റൻ രീതിയിലുള്ള ഫ്ലാഗുകളും ടിബറ്റൻ മന്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുള്ള പാറകളൊക്കെ കാണാം.
നേരെ നോക്കത്താ ദൂരത്ത് BR ഹിൽസ് ഒരുപാട് ദൂരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഡോങ്ചെൻ വില്ലേജിലേക്കുള്ള യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവര് ഇതിന്റെ കൂടെ തന്നെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് BR ഹിൽസിന് മുകളിലുള്ള വന്യജീവി സങ്കേതവും. ബിലിഗിരി രംഗനാഥ സ്വാമി ടെമ്പിൾ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന ഈ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കുന്ന ഒരു വന്യജീവി സഫാരി കൂടെ ഉണ്ട് കേട്ടോ. 400 രൂപ പെർ ഹെഡിന് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സഫാരി രാവിലെ 6 മണിക്കും അതുപോലെ തന്നെ വൈകുന്നേരം 3 മണിക്കും ആരംഭിക്കുന്നതാണ്. ഏകദേശം ഇവിടെ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് സഫാരി പോയിന്റിൽ എത്താം. വില്ലേജിനകത്തേക്ക് കയറും തോറും ഒരുപാട് മൊണാസ്ട്രികളും അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന മൊണാസ്ട്രികളും എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പല രീതിയിലുള്ള ഇവരെ ആചാരങ്ങളിലുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടിബറ്റൻ ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആളുകൾ മൊണാസ്ട്രിക്ക് ചുറ്റും വലം വെച്ച് നടക്കുന്നത് കാണാം. അതിരാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് വ്യായാമമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആചാര രീതി ആയിരിക്കാം. എന്നിരുന്നാലും അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമുക്കും മൊണാസ്ട്രിക്ക് അകത്തേക്ക് കടക്കാൻ പറ്റും. അവരുടെ പ്രാർത്ഥനകൾ കാണാൻ പറ്റും, നമുക്കും അവിടെ ഇരിക്കാൻ പറ്റും, നമുക്ക് അവിടുത്തെ കാഴ്ചകളും കാണാൻ പറ്റും. നമുക്ക് ഈ സെറ്റിൽമെൻറ്റിൽ വന്നാൽ ഭക്ഷണം കഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടത് ഈ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ടിബറ്റൻ ഫ്ലാഗുകളൊക്കെ സീലിങ്ങിൽ ഒരുപാട് തൂക്കിയിട്ടുണ്ട്. അതിരാവിലെ തന്നെ വന്നുകൊണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ കാലിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ബഫേ സിസ്റ്റം ആണോ? ബഫേ രീതിയിലാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പൂരി ഉണ്ട്, കുബൂസ് ഉണ്ട്, ബജ്ജി ഉണ്ട്, അതുപോലെ തന്നെ എഗ് ബുർജി ഉണ്ട്, 2 ചായ ഉണ്ട്, ടിബറ്റൻ ചായ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ചായ ഉണ്ട്. എല്ലാത്തിനും നമുക്ക് എന്ത് കഴിച്ചാലും ഒരാൾക്ക് 120 രൂപ എന്നാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൽ ചാർജ് വരുന്നത്. പൂരി ഉണ്ട്, ഒരു ദോശ പോലൊരു സാധനമുണ്ട്,
ഇത് റൈസ്, പുലാവ്. ഓക്കെ, ദെൻസ് വെജ്, വെജിറ്റേറിയൻ ഒരു ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആംബിയൻസ് റെസ്റ്റോറൻറ്റ് ഔട്ടർ സൈഡിലാണ് കേട്ടോ അത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രിയിലേക്ക് ഞങ്ങൾ കയറി. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം. ഒരുപാട് കുട്ടികളൊക്കെ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഈ ഒരു ആരാധനാലയത്തിനകത്ത് നമുക്ക് കയറാൻ പറ്റും. ബുദ്ധന്റെ പ്രതിമയുണ്ട്, ദലൈലാമയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഈ ഒരു മൊണാസ്ട്രിക്കകത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാൻ പറ്റും. പക്ഷെ ചില റിസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനാ സമയത്ത് അവർ വീഡിയോ എടുക്കുന്നത്, ചില ആളുകൾ വീഡിയോ എടുക്കാൻ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ചില വീഡിയോസിനെ അവർ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്, ചില കുട്ടികളുടെ ആചാരങ്ങൾ അവർ വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഇതിനകത്തേക്ക് കയറാൻ പറ്റും. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം 6 to 6 എന്നുള്ളത് അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ടിബറ്റൻ നിർമ്മാണ രീതികളും അവരുടെ ലിപികൾ ആലേഖനം ചെയ്തിരിക്കുന്ന തൂണുകളും അവിടുത്തെ പുരാതനമായിട്ടുള്ള ചിത്രങ്ങൾ പതിച്ചിരിക്കുന്ന ചുവരുകളും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു മൊണാസ്ട്രിക്ക് അകത്തും പുറത്തും കാണാൻ സാധിക്കും. മൊണാസ്ട്രിക്ക് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ഹാള്. പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ തന്നെ അവിടെ തന്നെ ഉണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യമായിട്ടുള്ള അവരുടെ ടിബറ്റൻ ലിപികളിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ആ മേശപ്പുറത്ത് കാണാം. ഒന്നിലും തൊടാതെ നമുക്ക് അതെല്ലാം നടന്ന് കാണാൻ പറ്റും. നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ ഇതിലൊന്നും തന്നെ തൊടാതെ നമുക്ക് അതേപോലെ കണ്ട് തിരിച്ചു പോരാം. മൊണാസ്ട്രിക്ക് അകത്ത് കയറുമ്പോൾ നേരെ കാണുന്നത് ബുദ്ധന്റെ പ്രതിമയാണ്. ബുദ്ധന്റെ പ്രതിമയ്ക്ക് ഇരുവശവുമായിട്ട് ദലൈലാമയുടെ ചിത്രങ്ങളും അവരുടെ പിന്മുറക്കാരായിട്ടുള്ള ദലൈലാമയും മറ്റു ആളുകളുടെ ഒക്കെ ഓർമ്മപ്പെടുത്തലിനായിട്ടാണ് ഈ സ്തൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് താഴെ മറ്റു കുറെ വാചകങ്ങളും അവർ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടിബറ്റൻ രീതിയിലുള്ള ചിത്രങ്ങളും അവരുടെ വാസ്തുശില്പങ്ങളൊക്കെ തന്നെ ഈ ചുവരിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊണാസ്ട്രിക്ക് പുറത്ത് ഇതുപോലെ ഒരു സ്തൂപം കാണാം. സ്തൂപത്തിന് മുകളിൽ തന്നെ ഡോങ്ചൻ മൊണാസ്ട്രി എന്ന് വലുതാക്കിയിട്ട് ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്നു. അതിന് താഴെ മറ്റു കുറെ വാചകങ്ങളും അവർ എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ സ്തൂപമാണ്. അവരുടെ പിന്മുറക്കാരായിട്ടുള്ള ദലൈലാമയും മറ്റ് ആളുകളുടെയൊക്കെ ഓർമ്മപ്പെടുത്തലിനായിട്ടാണ് ഈ സ്തൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്.
നമ്മൾ നേരത്തെ കണ്ടത് പ്രധാന മൊണാസ്ട്രിക്കകത്തെ പ്രാർത്ഥനാ ഹാളിലുള്ള പ്രാർത്ഥനയാണ്. അവിടെ കുട്ടികൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ടിബറ്റൻ ലിപികളിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. മൊണാസ്ട്രിക്ക് പുറത്ത് ഇതുപോലെ വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെയും പ്രാർത്ഥന തന്നെയാണ് നടക്കുന്നത്. ഇവിടെയുള്ളത് വലിയ ആളുകളാണ്, പ്രായം കൂടിയ ആളുകളൊക്കെ ഉണ്ട്. ഒരു സ്റ്റേജിന്റെ മുകളിൽ നിന്നും ഒരു സന്യാസി പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് വേദിയിലിരിക്കുന്ന മറ്റു ആളുകൾ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ രീതി. ഇത് ഇവിടുത്തെ ഒരു തെരുവ് കച്ചവടമാണ്. പ്രാർത്ഥന കഴിഞ്ഞ എല്ലാവരും ഇവിടെ വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ തെരുവ് കച്ചവടമാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. ഞാനൊരു യൂട്യൂബർ ആണ്, അയാളുടെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് നല്ലൊരു ചിരി കണ്ടു. നല്ല ആതിഥ്യ മര്യാദയുള്ള ആളുകളാണ് കേട്ടോ ഇവിടെയുള്ളത്. അവരുടെ ആചാരങ്ങൾ കാണാനും അവർ കാണിക്കാനും വളരെയധികം താല്പര്യപ്പെടുന്ന ആളുകളാണ് ഇവിടെയുള്ളതൊക്കെ തന്നെ. നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അവരതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തരും. ഈ ഒരു മൊണാസ്ട്രിയുടെ ചരിത്രമൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അവരുടെ ഭാഷയിലായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് മറ്റൊരു കച്ചവടക്കാരിയാണ്. സ്ത്രീകളുടെ വസ്ത്രം മാത്രം വിൽക്കുന്ന ഒരു കച്ചവടക്കാരി, മറ്റൊരു ഭാഗത്ത് പുരുഷന്മാരുടെ വസ്ത്രം വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. അങ്ങനെ രണ്ട് തരത്തിലുള്ള തെരുവോര കച്ചവടമാണ് ഇവിടെയുള്ളത്. ഇത് മറ്റൊരു ആരാധനാലയമാണ്. നേരത്തെ നമ്മൾ കണ്ട രണ്ട് ആരാധനാലയത്തിലും കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷെ ഇവിടെ തികച്ചും വ്യത്യസ്തമായിട്ട് ആളുകൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു ആരാധനാലയത്തിന്റെ പുറത്ത് ടിബറ്റൻ ലിപികളിൽ എഴുതി വെച്ചിരിക്കുന്ന ഫ്ലാഗുകൾ ധാരാളമായിട്ട് തൂക്കിയിരിക്കുന്നത് കാണാം. ഡോണ്ടലിംഗ് ടിബറ്റൻ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ നാങ്ചൻ വില്ലേജിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ടിബറ്റൻ സെറ്റിൽമെന്റ് കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ ഞങ്ങൾ താമസിച്ചിട്ടുള്ള സ്റ്റേയുടെ ഡീറ്റെയിലും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.